അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ സൃഷ്ടിക്കുന്നതിലും കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നിവ അളക്കുന്നതിനുമുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ സെക്ഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവ ചെയ്യാൻ സാധിക്കുന്നു. DC സീരീസ് സർക്യൂട്ടുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് വിശദീകരിക്കുകയും അവ പരിശോധിക്കുകയും ചെയ്യുക. ഒരു DC പാരലൽ സർക്യൂട്ട് നിർമ്മിക്കുകയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരിശോധിക്കുകയും ചെയ്യുക. ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും: ട്രെയിനീസ് ടൂൾ കിറ്റ്, ഓം മീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ബാറ്ററി 12 വോൾട്ട്, വയർ 4 mm, ഇൻസുലേഷൻ ടേപ്പ്. അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളും അനുബന്ധ ഉപകരണങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഈ സെക്ഷൻ ആരംഭിക്കാം. ഇലക്ട്രിക് സർക്യൂട്ടുകളും അനുബന്ധ ഉപകരണങ്ങളും പരിശോധിക്കുന്നതിന് 3 അടിസ്ഥാന തരം മീറ്ററുകൾ ഉപയോഗിക്കുന്നു: അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഒമ്മീറ്റർ എന്നിവയാണ് അവ. നമുക്ക് ഒരു അമ്മീറ്റർ ഉപയോഗിച്ച് ആരംഭിക്കാം. സർക്യൂട്ടിലെ നിലവിൽ ഒഴുകുന്ന കറണ്ട് അളക്കാൻ അമ്മീറ്റർ ഉപയോഗിക്കുന്നു. ഇത് ലോഡുമായി സീരീസിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നു. കൂടാതെ ബാറ്ററി ചാർജ് ചെയ്യുന്നതോ ഡിസ്ചാർജ് ചെയ്യുന്നതോ ആയ നിരക്ക് സൂചിപ്പിക്കാൻ സഹായിക്കുന്നു. ഒരു സീരീസ് സർക്യൂട്ടിൽ ഒരു ലോഡും ഒരു പവർ സ്രോതസ്സും മാത്രം അടങ്ങുന്നു. കറണ്ട് തുടർച്ചയായി ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്നു. ഏതെങ്കിലും ഒരു ഘടകം ഫെയിലിയർ ആവുകയാണെങ്കിൽ അത് ഒരു സർക്യൂട്ട് ബ്രേക്കിൽ കലാശിക്കുകയും കറണ്ട് ഫ്ലോ നിർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ വൈദ്യുത വോൾട്ടേജ് അളക്കാൻ സഹായിക്കുന്ന ഒരു വോൾട്ട് മീറ്ററിനെ കുറിച്ച് സംസാരിക്കാം. ഒരു അമ്മീറ്റർ പോലെ ഒരു വോൾട്ട് മീറ്റർ വാഹനത്തിൽ പെർമനൻ്റായി ഉറപ്പിച്ചിട്ടില്ല. പകരം ആവശ്യമുള്ളപ്പോൾ അത് പ്രത്യേകം ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിന് സർക്യൂട്ടുമായി പാരലൽ ആയി വോൾട്ട് മീറ്റർ കണക്റ്റ് ചെയ്യുക. ഒരു പാരലൽ സർക്യൂട്ടിൽ ഒന്നിലധികം ലോഡുകൾ കണക്റ്റ് ചെയ്തിരിക്കുന്നു. ഓരോ ലോഡിനും പവർ സോഴ്സിലേക്ക് അതിൻ്റേതായ പാതയുണ്ട്. ബൾബ് പോലെയുള്ള ഒരു ഘടകം കേടായാൽ അത് മുഴുവൻ സർക്യൂട്ടിനെയും ബാധിക്കില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഒരു സർക്യൂട്ടിലെ ഏത് പോയിന്റിലും വോൾട്ടേജ് അളക്കാൻ വോൾട്ട്മീറ്റർ ഉപയോഗിക്കാം. ബാറ്ററിയുടെ അവസ്ഥ പരിശോധിക്കാനും ഇത് ഉപയോഗിക്കുന്നു. പ്രതിരോധം അളക്കുന്നതിനുള്ള ഉപകരണമായ ഓം മീറ്റർ നമുക്ക് പരിശോധിക്കാം. ഒരു റെസിസ്റ്റൻസ് മീറ്റർ എന്നും ഇത് അറിയപ്പെടുന്നു. ഓം മീറ്റർ വാഹനത്തിൽ പെർമനൻ്റായി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, എന്നാൽ ആവശ്യമുള്ളപ്പോൾ പ്രത്യേകം ഉപയോഗിക്കുന്നു. ഓം മീറ്റർ അതിൻ്റേതായ ബിൽറ്റ് ഇൻ പവർ സോഴ്സുമായാണ് വരുന്നത്. അതിനാൽ ഓം മീറ്റർ ഉപയോഗിച്ച് ഒരു ഉപകരണമോ സർക്യൂട്ടോ പരിശോധിക്കുമ്പോൾ ഓം മീറ്ററിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പവർ സപ്ലൈയിൽ നിന്ന് അത് വിച്ഛേദിക്കുന്നത് നിർണായകമാണ്. കണ്ടക്ടറുകളിലോ ലോഡുകളിലോ പ്രതിരോധം അളക്കുന്നതിനും ഫീൽഡ് കോയിലുകളുടെ കണക്ടിവിറ്റി വിലയിരുത്തുന്നതിനും ഓം മീറ്റർ സഹായിക്കുന്നു. ഓം മീറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു ലൈവ് സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഭാഗവുമായി കണക്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. ബാറ്ററിയുടെ ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് ലളിതമായ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ കുറിച്ച് സംസാരിക്കാം. ഇത് ബാറ്ററിയിൽ നിന്ന് സ്വിച്ചിലൂടെയും ലോഡ് വഴിയും കറണ്ട് ഒഴുകുകയും ബാറ്ററിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ പാതയാണ്. ഇതിനെ ലളിതമായ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട്: ഒരേ സർക്യൂട്ടിനുള്ളിലെ 2 ടെർമിനലുകൾ പരസ്പരം ടച്ച് ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നു. കൂടാതെ 2 കേബിൾ കോറുകൾക്കിടയിലുള്ള കൃത്യമല്ലാത്ത ഇൻസുലേഷൻ കാരണവും ഇത് സംഭവിക്കാം. ഇത് പ്രതിരോധം കുറയുന്നതിലേക്ക് നയിക്കുന്നു, അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. മൾട്ടിമീറ്റർ: വൈദ്യുതധാര, വോൾട്ടേജ്, പ്രതിരോധം എന്നിവ അളക്കാൻ സഹായിക്കുന്ന ഒരു ആമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഓം മീറ്റർ എന്നിവയുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററുകൾ 2 തരത്തിലാണ് വരുന്നത്. ആദ്യത്തേത് ഓർഡിനറിയും പാസീവ് കോമ്പോണൻസും ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തേത് ഇലക്ട്രോണിക്, ആക്റ്റീവും പാസീവുമായ കോമ്പോണൻസും ഉൾക്കൊള്ളുന്നു. ഓർഡിനറി മൾട്ടിമീറ്ററുകളുടെ വോൾട്ട് മീറ്റർ മോഡ് സാധാരണയായി 1 വോൾട്ടിന് 20K ohms എന്ന സെൻസിറ്റിവിറ്റി കാണിക്കുന്നു. ഇതിനെ വിപരീതമായി തിരഞ്ഞെടുക്കപ്പെട്ട വോൾട്ടേജ് ശ്രേണി പരിഗണിക്കാതെ തന്നെ ഇലക്ട്രോണിക് മൾട്ടിമീറ്ററുകൾ 5 മുതൽ 10 മെഗാ ഓമുകൾ വരെയുള്ള ആന്തരിക റെസിസ്റ്റൻസ് അവതരിപ്പിക്കുന്നു. ഇലക്ട്രോണിക് മൾട്ടിമീറ്ററുകൾ അവയുടെ രൂപകൽപ്പനയിൽ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആകാം. ഞങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരിശോധിക്കുന്നതിന് ഒരു DC സീരീസ് സർക്യൂട്ട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടുന്നു. ഒരു ബാറ്ററി,
സ്വിച്ച്, അമ്മീറ്റർ, സീരീസിലെ 3 റെസിസ്റ്റൻസ് എന്നിവ കണക്റ്റ് ചെയ്ത സർക്യൂട്ട് രൂപപ്പെടുത്തുക. കൂടാതെ അളക്കുന്നതിനായി പാരലലായി കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വോൾട്ട് മീറ്റർ ഉൾപ്പെടുത്തുക. 3 റെസിസ്റ്റൻസിലുമുള്ള മൂല്യങ്ങൾ കണക്കാക്കാൻ ഒരു ടാബുലേഷൻ സൃഷ്ടിക്കുക. സ്വിച്ച് എസ് അടച്ച് കറണ്ട് I, വോൾട്ടേജ് V എന്നിവ അളക്കുക. ഇത് 3 റെസിസ്റ്ററുകളുടെയും കറണ്ടും വോൾട്ടേജും ആയിരിക്കും. ടാബുലേഷനിൽ വാല്യൂസ് രേഖപ്പെടുത്തുക. ഈ കറണ്ട്, വോൾട്ടേജ് വാല്യൂസ് മൊത്തം സർക്യൂട്ട് കോളത്തിൽ എഴുതണം. വിതരണം ഓഫാക്കി റെസിസ്റ്റൻസ് R1 കുറുകെ അമ്മീറ്ററും വോൾട്ട്മീറ്ററും കണക്റ്റ് ചെയ്യുക. സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ കറണ്ടും വോൾട്ടേജും മനസ്സിലാക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കും. വിതരണത്തിൽ മാറുക. റെസിസ്റ്റൻസ് R1 വഴി വോൾട്ടേജ് V1, കറണ്ട് I1 എന്നിവ അളക്കുക. R1 10 എന്ന കോളത്തിലെ ടാബുലേഷനിലെ വാല്യൂകൾ ശ്രദ്ധിക്കുക. വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത് R2വിൽ കുറുകെയുള്ള സർക്യൂട്ടിലെ അമ്മീറ്ററും വോൾട്ട്മീറ്ററും മാറ്റുക. സപ്ലൈ ഓൺ ചെയ്ത് റെസിസ്റ്റർ R2വിൽ വോൾട്ടേജ് V2, കറണ്ട് I2 എന്നിവ അളക്കുക. കൂടാതെ R2 20 എന്ന ടാബുലേഷൻ്റെ 4ാമത്തെ കോളത്തിൽ റീഡിംഗ് എഴുതുക. ഒരിക്കൽ കൂടി സർക്യൂട്ട് ഓഫ് ചെയ്ത് റെസിസ്റ്റർ R3യിൽ ഫോക്കസ് ചെയ്യുന്നതിന് അമ്മീറ്ററും വോൾട്ട്മീറ്ററും പുനഃക്രമീകരിക്കുക. R3 10 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന അവസാനത്തെ കോളത്തിൽ റെസിസ്റ്റൻസ് R3നായി വോൾട്ടേജ് V3, കറണ്ട് I3 റീഡിംഗുകൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ നിലവിലെ വോൾട്ടേജ്, മൊത്തം റെസിസ്റ്റൻസ് എന്നിവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് സ്ഥിരീകരിക്കുക. DC പാരലൽ സർക്യൂട്ട് സ്ഥാപിക്കുകയും അതിൻ്റെ സവിശേഷതകൾ വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഇനി പറയുന്ന ലക്ഷ്യം. ടോർച്ച് ലാമ്പുകൾ L1, L2, L3, 150 mA, 6 വോൾട്ട് എന്നിവ അവയുടെ ഹോൾഡറുകൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ A4 500 mA എന്നിവയ്ക്കൊപ്പം ബന്ധിപ്പിച്ച് 1, 2, 3 ശാഖകൾ സൃഷ്ടിക്കുക. കൂടാതെ സീരീസിൽ സ്വിച്ച് S4 3 ശാഖകളുടെ ലാമ്പ് ടെർമിനലുകൾ പരസ്പരം കണക്റ്റ് ചെയ്ത് ഓരോ ബ്രാഞ്ചിൻ്റെയും ലീഡുകൾ ഒരുമിച്ച് കണക്റ്റ് ചെയ്യുക. കൂടാതെ ഈ ലീഡുകളെ സ്വിച്ച് S4ൻ്റെ ലീഡുമായി കണക്റ്റ് ചെയ്യുക. വോൾട്ട്മീറ്റർ V, അമ്മീറ്റർ A4, സ്വിച്ച് S4, ബാറ്ററി എന്നിവ ഉപയോഗിച്ച് സർക്യൂട്ട് സ്ഥാപിക്കുക. വൈദ്യുതധാരകൾ I1, I2, I3, I ടോട്ടൽ, സ്വിച്ചസ് ക്ലോസ്ഡ്, ബ്രാഞ്ചിലെ ഘടകങ്ങൾ എന്നിവയുടെ കോളം ഉൾപ്പെടുത്തി ഒരു ടേബിൾ വികസിപ്പിക്കുക. ബ്രാഞ്ച് 1ൽ S4, S1 എന്നീ സ്വിച്ചുകൾ ക്ലോസ് ചെയ്യുക. തുടർന്ന് A4, A1 എന്നിവയ്ക്കുള്ള അമ്മീറ്റർ റീഡിങ്ങുകൾ നിരീക്ഷിക്കുക. ഈ വാല്യൂസ് ടേബിളിൽ രേഖപ്പെടുത്തുക. തുടർന്ന് ബ്രാഞ്ച് 2ൽ S4, S1, S2 എന്നീ സ്വിച്ചുകൾ അടയ്ക്കുക. A4, A1, A2 എന്നിവയ്ക്കായുള്ള അമ്മീറ്റർ റീഡിങ്ങുകൾ രേഖപ്പെടുത്തി ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. മുമ്പ് സൂചിപ്പിച്ച ഘട്ടങ്ങൾ ആവർത്തിക്കുക. ഇത്തവണ ഒരു ബ്രാഞ്ചിൽ 6 വോൾട്ട് 300 mA റേറ്റിംഗുള്ള ഒരു ടോർച്ച് ലാമ്പ് ഘടിപ്പിക്കുക. കൂടാതെ ഫലങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുക. എക്സസൈസ് വീണ്ടും നടത്തുക. എന്നാൽ ഇത്തവണ 3 ലാമ്പുകൾ വിത്ത് ഹോൾഡറുകൾ പകരം വയർ വൂണ്ട് റെസിസ്റ്ററുകൾ 100 ഓമുകളിൽ 2, 150 ഓംസിൽ 1 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക. ഓരോ കേസിലും നിലവിലെ കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നിവയുടെ സവിശേഷതകൾ പരിശോധിക്കുക. ലളിതമായ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ തയ്യാറാക്കുന്നതിനും ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നിവ അളക്കുന്നതിനും ഈ വിഷയം സമ്മറൈസ് ചെയ്യാം. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് മൾട്ടിമീറ്ററിൻ്റെ നിർവചനവും പ്രവർത്തനവും, DC സർക്യൂട്ടുകൾ സീരീസിലും പാരലലായും കണക്റ്റ് ചെയ്ത് അവയുടെ സ്വഭാവ സവിശേഷതകൾ പരിശോധിക്കുക.